ഹായ് എവരി വൺ, എല്ലാ സഞ്ചാരപ്രിയർക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. പൗരാണികമായ നിരവധി ക്ഷേത്രങ്ങളാൽ കാശ്മീർ സമ്പന്നമാണ്. കേരളത്തിലെ കാലടിയിൽ നിന്ന് പുറപ്പെട്ട ആദിശങ്കരാചാര്യരുടെ കാലടി പതിഞ്ഞതോടെയാണ് ശ്രീനഗറിലെ ജയദേശ്വര ക്ഷേത്രം എന്ന ശിവക്ഷേത്രം ശങ്കരാചാര്യ ക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രം കാശ്മീരിലെ ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇത് ശിവക്ഷേത്രമായതിനാൽ പ്രധാനമായും ശിവഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂജകൾ ചെയ്യുന്നത്. ഈ അമ്പലം ഗോബാദ്രി ഹില്ലിന്റെ മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് ഈ പർവ്വതം ഗോബാദ്രി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ശങ്കരാചാര്യരുടെ സന്ദർശനത്തിനു ശേഷം ശങ്കരാചാര്യ ഹിൽ എന്നറിയപ്പെടാൻ തുടങ്ങി. ശ്രീനഗറിലെ സബർമാൻ മലനിരകളിലാണ് ശങ്കരാചാര്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാട്ടിനുള്ളിലെ ക്ഷേത്രത്തിലേക്ക് മലയെ ചുറ്റിയുള്ള റോഡ് വഴി പകുതി ദൂരം വാഹനത്തിൽ എത്തിച്ചേരാം. തുടർന്ന് 240 പടവുകൾ കയറണം. കുത്തനെയുള്ള കയറ്റമല്ല, ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള ചെറു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ കയറ്റത്തിൽ ആയാസം അനുഭവപ്പെടില്ല. കാശ്മീരിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമായാണ് ജയദേശ്വര ക്ഷേത്രം കരുതപ്പെടുന്നത്. ശ്രീനഗറിലെ വടക്കു കിഴക്കൻ മേഖലയിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് കൃത്യമായ സമയതീയതികൾ ഇല്ല. 9-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്ന് കരുതുന്നു. കൽഹണനാണ് ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യ പരാമർശം നടത്തിയവരിൽ പ്രധാനി. ഈ മലയെ ഗോബാദ്രി അല്ലെങ്കിൽ ഗോപമല എന്ന് അദ്ദേഹം വിളിച്ചു. ആര്യദേശത്ത് നിന്ന് വന്ന ബ്രാഹ്മണർക്ക് ഗോപാദിത്യ രാജാവ് ഈ മല കൈമാറിയെന്ന് കൽഹണൻ പറയുന്നു. 371 BC-യിൽ ഗോപാദിത്യ രാജാവാണ് മലയുടെ മുകളിൽ ജയദേശ്വരനായി ഈ ശിവക്ഷേത്രം നിർമ്മിച്ചതെന്ന് കൽഹണൻ പറയുന്നതായി രേഖകൾ ഉദ്ധരിച്ച് ചരിത്ര ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം മിഹിരകുലത്തിലെ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും മിഹിരേശ്വരനാണ് പ്രതിഷ്ഠയെന്നും മറ്റൊരു വാദവുമുണ്ട്. അശോകന്റെ മകനായ ജലോകനുമായി ബന്ധപ്പെടുത്തിയും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള 6 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ്. സന്യാസിമാർക്കായി 2 കേന്ദ്രങ്ങൾ ധർമ്മ ട്രസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്നാൽ ധലം നദി, കാശ്മീർ താഴ്വര, ദാൽ തടാകം തുടങ്ങിയവ കാണാം. മിഷൻ കാശ്മീർ, പുകാർ തുടങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിൽ ഈ ക്ഷേത്രം കാണിക്കുന്നുണ്ട്. സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും മനസമാധാനവും ആത്മീയതയും പകരുന്ന ഈ ക്ഷേത്ര സന്ദർശനം അത്യന്തം മനോഹരമായൊരു അനുഭവമാണ്. ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കുവാനുള്ള ഒരു വിശിഷ്ട അവസരമാണ് സന്ദർശകർക്കും ഭക്തർക്കും ഈ ക്ഷേത്ര സന്ദർശനത്തിലൂടെ ലഭിക്കുന്നത്. കാശ്മീരിലെ ഒരു പുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.